ഈ വീഡിയോ കാണുന്ന പലരും, ഞാൻ ഉൾപ്പെടെ, ഇപ്പൊ ലൈഫിൽ ഏത് ലെവലിലായാലും ഏത് പൊസിഷനിലായാലും അതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ, ഹയർ ലെവലിലാവേണ്ട ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞാലോ. ശരിക്കും നല്ല നല്ല ഐഡിയാസ് ഉള്ളവരും കഴിവുള്ളവരും സ്കില്ലുള്ളവരും നമ്മുടെ ചുറ്റുമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് മാത്രം ഇപ്പോഴും ഒന്നും ആവാൻ കഴിയാതിരിക്കുകയാണ്. ഇനി ഒരു കഴിവില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഇത് എത്ര വലിയ നഷ്ടമാണെന്നറിയോ? ഞാനത് ശരിക്കും ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞതാ. ഇപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന സമയത്ത് റീൽസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പറയുമ്പോൾ എല്ലാം കോണ്ടന്റ് ആണ്. എല്ലാ സബ്ജക്റ്റിലും സ്പെസിഫിക് ആയിട്ട് റീൽസ് ഉണ്ട്. അതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ ലൈഫ് അഡ്വൈസ്, മോട്ടിവേഷൻ നീഷയിലുള്ള വീഡിയോസ് കാണുമ്പോൾ അതിൽ 90% വീഡിയോസും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്, സത്യം പറയാലോ. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വേറൊരു വ്യക്തിയാണെന്ന് മാത്രം. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുള്ളത്. അതുപോലെ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ അത്യാവശ്യം എല്ലാവരും കാണുന്ന കേൾക്കുന്ന ഒരു സംഭവമാണ്. ഒരുവിധം എല്ലാവരും ആരെങ്കിലും ഒക്കെ പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടാവും. പലരും അത് ഹാബിറ്റ് ആയിട്ട് കേൾക്കുന്നവരുണ്ട്. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ വരുന്നേക്ക് മുമ്പ് തന്നെ ഞാൻ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ ചെറുതായിട്ട് കോൾ ചെയ്തിട്ട് പോഡ്കാസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നുണ്ട്. വലിയ സെറ്റപ്പിലൊന്നുമല്ല. അന്ന് കോവിഡും ലോക്ക്ഡൌണും ഒക്കെ കാരണം നമുക്ക് നേരിട്ട് ഇതുപോലെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഓൺലൈനിൽ കോൾ ചെയ്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റും സെറ്റപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല, ഞാനത് ആക്ഷൻ എടുത്തില്ല. അന്ന് ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പിൽ പോഡ്കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ അന്ന് ഞാനൊരു പെർഫെക്റ്റ് മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് ചെയ്യണേക്കാട്ടിലും എളുപ്പമായിരുന്നു അന്ന് ചെയ്യാനായിട്ട്. അന്ന് കുറച്ചും കൂടി റിസോഴ്സസ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ആക്ഷൻ എടുക്കാൻ പഠിക്കണതിന്റെ കുഴപ്പം. നമ്മൾ വൈകും തോറും അതിനുള്ള ചാൻസസ് കുറഞ്ഞു വരുന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. എനിക്കറിയാം പലരും പെർഫെക്റ്റ് മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നല്ലൊരു ക്ലാരിറ്റി കിട്ടി എല്ലാം സെറ്റ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കടം വാങ്ങിയ കുറച്ചൊരു വീഡിയോ ചെയ്തിട്ട് അത് 4 മില്യൺ റീച്ചൊക്കെ എത്തി. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാതെ 6 മാസം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ടിക്ടോക്കിൽ വ്യൂസും റീച്ചും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി ഓക്കെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി പോസ്റ്റ് ചെയ്യാം. പക്ഷെ ആ വീഡിയോ ആണ് എന്റെ കോണ്ടന്റ് കരിയറിൽ ഒരു ഗെയിം ചേഞ്ചർ ആയത്. എന്റെ ആദ്യത്തെ 1 മില്യൺ ഇപ്പൊ 4 മില്യൺ അടിച്ചിരിക്കുന്നു. എനിക്കിപ്പോ 15K ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും ഫോളോവേഴ്സ് ഒക്കെ വരാനുള്ള കാരണം ആ ഒറ്റ വീഡിയോ. അപ്പൊ ഇപ്പോഴും ഞാൻ അത് പോസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് ഞാൻ അറിയാൻ കൂടി ഇല്ലാന്ന്. അതുപോലെ തന്നെ പലരും കഴിവുണ്ടായിട്ടും സ്കില്ലുണ്ടായിട്ടും ഒരു പാഷൻ ഉണ്ടായിട്ടും ഐഡിയ ഉണ്ടായിട്ടും, ഞാൻ കോണ്ടന്റ് ക്രിയേഷന്റെ കാര്യത്തിൽ മാത്രമല്ല പറയണം, അതൊരു ബിസിനസ് ആവാം, ഒരു ക്രിയേറ്റിവിറ്റി ആവാം, ഫിലിം മേക്കിംഗ് ആവാം, എന്തും ആയിക്കോട്ടെ, ഐഡിയ തോന്നിയിട്ടും ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രം എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് അറിയും. എല്ലാം സോർട്ട് ഔട്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുക. ഈ സ്റ്റാർട്ട് ചെയ്യാൻ മടിയുള്ളവരുടെ ഏറ്റവും വലിയ പേടിയാണ് ജഡ്ജ്മെന്റ്. ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എങ്ങനെ ജഡ്ജ് ചെയ്യും. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. അത് മാറ്റി വി ഷുഡ് ഫോക്കസ് ഓൺ ഹൗ ക്യാൻ വി ക്രിയേറ്റ് വാല്യൂ ടു ദ ഓഡിയൻസ്. ആൾക്കാർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വാല്യൂബിൾ ആവണം. അതിപ്പോ ഏത് കരിയറിലെടുത്ത് നോക്കിയാലും അറിയാം, ക്ലയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ മാർക്കറ്റ് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. വി ഷുഡ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് വാല്യൂ അറ്റ്ലീസ്റ്റ് ഫോർ 1 person. ഇഫ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ദെൻ യു ഹാവ് ക്രിയേറ്റഡ് വാല്യൂ ദർ. നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അത് ഇവിടെ എത്താൻ പോകുന്നില്ല. ഇതുപോലെ പലരും എനിക്കറിയാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് കാണാതാവുമ്പോൾ അവർ ബാക്കൗട്ട് ചെയ്യും. ഇത് ഓവർനൈറ്റിൽ ആർക്കും സക്സസ് ഉണ്ടാവണമല്ല. ആദ്യം കുറച്ച് നാൾ ചെയ്യുമ്പോഴേക്കും ആർക്കാണ്ട് റിസൾട്ട് കാണുന്നത്. അങ്ങനെ കണ്ടവരാരും ഞാൻ കണ്ടിട്ടില്ല. ആക്ഷൻ എടുക്കാൻ മടിക്കുന്നു എന്നുള്ളതിന്റെ സൈനാണ് അത്, കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ. അതുകൊണ്ട് ഏറ്റവും കറേജ് വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച റിസൾട്ട്സ് തന്നെ വന്നോളൂ. അതല്ലാതെ നമുക്കൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ അണ്ടർറേറ്റഡ് ജീനിയസ് ആയി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയുള്ള വേൾഡ് നിങ്ങളുടെ ഡിഗ്രീനെ ഒന്നും വില വയ്ക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ഇനി പ്രത്യേകിച്ച് ഒരു സ്കില്ലില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു മേഖല ഉണ്ടാവും, അറിയാവുന്ന ഒരു ഏരിയ. ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്ര നാൾ ജീവിച്ചാൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ നമുക്ക് ബാക്കിയുള്ളവരെക്കാട്ടിലും അറിവ് കൂടുതലായിരിക്കും. ആ അറിവ് നിങ്ങളോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതായിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഇതിനെക്കാട്ടിലും ഓപ്പർച്യൂണിസ്റ്റിക് ആയ സമയം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് പലരും അവരുടെ ബിസിനസിന്റെ ജേർണി, ബ്രാൻഡ് ഉണ്ടാക്കിയ സ്റ്റോറി, ആദ്യത്തെ ജോബ്, ആദ്യത്തെ സാലറിയുടെ കഥയൊക്കെ കോണ്ടന്റ് ആയി ഇട്ടുകൊണ്ട് മാത്രം ഒരുപാട് അവസരങ്ങൾ അട്രാക്ട് ചെയ്യുന്നവരുണ്ട്. ഇഷ്ടംപോലെ സെയിൽസ്, ക്ലയൻസ്, കസ്റ്റമേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ചെയ്യണം. ഓരോ വീടുകളിലേക്ക് നടന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. സോ ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരണതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. എന്നാൽ എല്ലാം സോർട്ട് ഔട്ട് ആയിട്ട് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ വീഡിയോയുടെ ഇവിടെ വരെ ആരെങ്കിലും എത്തിങ്ങേ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഇടുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് കഴിയുമ്പോൾ കം ബാക്ക് ഹിയർ സോ ദാറ്റ് ലെറ്റ് മീ നോ ദാറ്റ് യു ഹാവ് ടേക്കൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്.